അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വൻ സാമ്പത്തിക തട്ടിപ്പിലും അതിനുശേഷമുള്ള അന്വേഷണ റിപ്പോർട്ടിലും തെളിയുന്നത് അധികാരം ഉപയോഗിച്ച് ഉന്നതർ എങ്ങനെയെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ദശലക്ഷക്കണക്കിന് ഭക്തർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയ കാണിക്കപ്പണം അപഹരിക്കപ്പെട്ടു എന്ന വാർത്ത രാജ്യത്തെ ജനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. എന്നാൽ ആ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം കേസ് അട്ടിമറിച്ച് താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ തലയിൽ മാത്രം കുറ്റം ചാരി യഥാർത്ഥ പ്രതികളെ വെളുപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. ഭരിക്കുന്ന ഭരണകൂടവും പോലീസും അന്വേഷണ ഏജൻസികളും ഒത്തുചേർന്ന് നടത്തുന്ന ഇത്തരം ഒളിച്ചുകളികളിൽ സാധാരണക്കാർക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്, അതുപോലെ ട്രസ്റ്റിലെ മറ്റൊരു പ്രധാനിയായ അനിൽ മിശ്ര എന്നിവരുടെ പേരുകൾ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ ഉയർന്നു കേട്ടിരുന്നതാണ്. എന്നാൽ SITയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇവരെക്കുറിച്ച് യാതൊരുവിധ പരാമർശവുമില്ലെന്നത് ഏറെ വിചിത്രവും പ്രതിഷേധാർഹവുമാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു വലിയ സ്ഥാപനത്തിൽ അതിന്റെ ഏറ്റവും ഉയർന്ന ചുമതലകളിൽ ഇരുന്നവർക്ക് ഇതിൽ പങ്കില്ലെന്നും കാണിക്കപ്പണം എണ്ണാൻ ഏൽപ്പിച്ച ഏതാനും ജീവനക്കാർ മാത്രമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്നും പറയുന്ന കണ്ടെത്തൽ തികച്ചും യുക്തിരഹിതമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോ പിന്തുണയോ ഇല്ലാതെ താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് മാത്രം ഇത്തരം ഒരു കൂറ്റൻ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഈ കേസിന്റെ സൂക്ഷ്മമായ പരിശോധനയിൽ തെളിയുന്നത് ഉന്നതതലത്തിലുള്ള ബന്ധങ്ങളുടെ ആഴമാണ്. കേസിൽ അറസ്റ്റിലാവുകയും മുഖ്യ സൂത്രധാരനായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്ത ടിന്നു യാദവ് എന്ന വ്യക്തിക്ക് ചമ്പത് റായുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരം വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും ചമ്പത് റായിക്കോ അനിൽ മിശ്രയ്ക്കോ അന്വേഷണത്തിന്റെ വിരലുകൾ നീളാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ശക്തമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള രാഷ്ട്രീയ മേൽനോട്ടത്തിലാണ് അയോധ്യയിലെ ഭരണ സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കുന്നത്. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന് നിരന്തരം പ്രസംഗിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ പോലീസും അന്വേഷണ സംഘവുമാണ് ഇപ്പോൾ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ട്രസ്റ്റ് ഭാരവാഹികളെ സംരക്ഷിക്കാൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത്. ക്രമസമാധാനവും സുതാര്യതയും ഉറപ്പു നൽകുന്നതിൽ യോഗി സർക്കാരിന്റെ പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി തെളിവുകൾ മൂടിവെക്കാൻ സഹായിക്കുക കൂടി ചെയ്യുന്നു. ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പകരം സ്വന്തക്കാരെ രക്ഷിച്ചെടുക്കാൻ ഭരണകൂട സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. അതുപോലെ തന്നെ കേന്ദ്രതലത്തിൽ മോദി സർക്കാരിന്റെ നിലപാടുകളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അയോധ്യ വിഷയം തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ക്ഷേത്ര ഫണ്ടിൽ നടന്ന ഇത്രയും വലിയ അഴിമതിയിൽ പുലർത്തുന്ന മൗനം നിഗൂഢമാണ്. ഹിന്ദുത്വ ആശയങ്ങളും രാമക്ഷേത്രവും പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കുന്ന കേന്ദ്ര നേതൃത്വം ആ ക്ഷേത്രത്തിന്റെ പേരിലുണ്ടായ പണക്കൊള്ളയിൽ സ്വന്തം സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ആവോളം ഉപയോഗിക്കുന്ന മോദി സർക്കാർ സ്വന്തം ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അന്വേഷണം പ്രഹസനമാക്കുന്നു. അധികാരത്തിന്റെ കരുത്തിൽ ചമ്പത് റായും അനിൽ മിശ്രയും തൽക്കാലം രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ അവർ കുറ്റക്കാരായി തന്നെ അവശേഷിക്കും.